പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി മന്ത്രി കെ രാജൻ. തൃശൂർ കണ്ട് ആരും പനിക്കേണ്ടതില്ലെന്നും മത്സരിച്ചാൽ മിഠായി തെരുവിൽ ഹൽവ കൊടുത്തതുപോലെയാകുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ പൂരത്തിന് ആരും രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കേണ്ടെന്നും മന്ത്രി തുറന്നടിച്ചു. ഞാൻ തൃശൂരിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. ഞങ്ങളാരും തൃശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല. തൃശൂർ പൂരം എന്നത് എല്ലാ മലയാളികളുടെയും പൂരമാണത്. മത, ജാതി, രാഷ്ട്രീയ, വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന ഒന്നാണ്. അതിന് രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ പ്രയാസമായിരിക്കും. സർക്കാർ എല്ലാവിധ പിന്തുണയും പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി അത് നടത്തുന്നുമുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതായി മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ മന്ത്രി ഇങ്ങനെയാണ് മറുപടി നൽകിയത്. തൃശൂർ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ചില പാർട്ടികൾ മര്യാദയനുസരിച്ച് കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ചിലർ ഒറ്റയ്ക്ക് തീരുമാനിക്കും. അത് അവരവരുടെ താല്പര്യം. എന്തായാലും തൃശൂർ കണ്ട് ആരും പ്രത്യേകമായി ഒന്നും കരുതേണ്ട. മിഠായി തെരുവിൽ ഹലുവ കൊടുത്തതുപോലെയാകും. മത്സരിച്ചാൽ വിവരമറിയും, മന്ത്രി വ്യക്തമാക്കി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിക്കിടെയാണ് തൃശൂർ പൂരത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചത്. എല്ലാവരുടെയും വിശ്വാസങ്ങളെയും BJP ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. തൃശൂർ പൂരം സംബന്ധിച്ച് പോലും രാഷ്ട്രീയ കളിയാണ് നടക്കുന്നത്. ശബരിമലയുടെ കാര്യത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള കുത്തഴിഞ്ഞ സ്ഥിതി ഏറെ വിഷമമുണ്ടാക്കിയതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കഴിവില്ലായ്മയുടെ തെളിവാണ് അത് വ്യക്തമാക്കുന്നത് എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം.